സരോജ് കുമാർ സാറിന് അവിടെ ഇരിക്കപ്പുറത്ത് ഇല്ലാതിരിക്കുക. കേരളത്തിൽ പടവുന്ന് റിലീസല്ലേ, മാറ്റിൻ ഷോ കഴിഞ്ഞല്ലോ, വിവരമില്ലാതെ അറിഞ്ഞോ? ഒരു 10 സിനിമയെങ്കിലും റെഫർ ചെയ്യണ്ടേ? അതിന്നെങ്കിലും 2 കോപ്പി അടിച്ചിട്ടെങ്കിലും ചെയ്തിരുന്നു. സ്വല്പം നടുവേദനയുണ്ട്. ഹൈദരാബാദിൽ സിംഹവുമായിട്ടുള്ള ഫൈറ്റിനിടയിൽ പറ്റിയതാ. ഒരു ടാബ്ലറ്റ് കഴിച്ചു വരാം. ഒരു ബെസ്റ്റ് ബെഞ്ച് മാർക്ക് ആവുന്ന ഹൊറർ കോമഡി ഫിലിമാന്ന് പറയുന്നത്. ആര് പറഞ്ഞു? ഓഡിയൻസ് എല്ലാം റിവ്യൂ ഉണ്ടവര്. അത് അവര് വേറൊരു ലോകത്തിലായ അതിൽ പറഞ്ഞ പോലെ മറ്റേ സിദ്ധാർത്ഥ് വരെ തന്നെ ഒരു സാധനം കൊടുക്കും. അതാ മറ്റേ കഴിച്ചിട്ട് പറഞ്ഞാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു 90-ലെ സിനിമയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ചെയ്തു 90-ലെ സിനിമ അത് ശരിയാണ്. 90-ലെ ചെരുപ്പ് 90-ലെ കൊണ്ടുവന്നിട്ടുണ്ട്, 90-ലെ വണ്ടി നമ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ വണ്ടിയുടെ പെയിന്റ് മാറിപ്പോയി. 90-ലെ പെയിന്റ് ഇല്ല. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ, ഞാൻ പോവാ. സുമതി വളവ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ഒരു സ്ഥലമാണ് അല്ലേ? തിരുവനന്തപുരത്ത് ഒരു സ്ഥലമാണ്. അപ്പൊ അത് അങ്ങനെ ഒരു പേര് ഓപ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ക്യാരക്ടേഴ്സ് ഒക്കെ ഏത് ഭാഷ സംസാരിക്കണം? സുമതി വളവ് ഇടുന്ന എറണാകുളത്തേക്ക് അഭിലാഷ് പിള്ള മാറ്റി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. അദ്ദേഹത്തിന്റെ സൗകര്യത്തിനായിരിക്കും. അപ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് നന്ദിയുണ്ട്. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ടൊക്കെ നമ്മൾ തെങ്കാശിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ പേടിക്കാതെ പോവാം. സുമതി വളവില്ല, അവിടുന്ന് മാറ്റി, ഇപ്പോൾ എറണാകുളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ സിനിമ വഴി മാറ്റി. എവിടുന്നെങ്കിലും ഒരു വാടക കൊലയാളി കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. ആ സുമതി വളവിന്റെ ഹൊറർ എലമെന്റ്സ് ഒക്കെ സിനിമയിൽ എങ്ങനെയുണ്ട്? അതൊക്കെ വരയ്ക്കുന്ന തരത്തിലാണോ അവതരിപ്പിച്ചിരിക്കുന്നത്? ഞെട്ടി ആര് വരച്ചു? ഞാൻ വരച്ചൊന്നുമില്ല. ഇനി വേറെ ആരെങ്കിലും വരച്ചിട്ടുണ്ടെന്ന് അറിയില്ല. തണുപ്പ് കൊണ്ട് വരച്ചിരുന്നു. തണുപ്പ് കൊണ്ട് വരച്ചിരുന്നു. ഭയങ്കര നല്ല സൂപ്പർ തിയേറ്റർ ആണ് ഏരീസ് പ്ലക്സ്. അപ്പൊ അവരുടെ തണുപ്പ് കൊണ്ട് വരച്ചിരുന്നു. അല്ലാതെ ഇവരുടെ ഹൊറർ കണ്ടിട്ടാരും വരയ്ക്കൊന്നുമില്ല. നീ പേടിക്കണം. അത്രേ ഉള്ളോ? ഇത്രേ മതിയോ? സംഭവം എന്ന് പറഞ്ഞാൽ ഒരു 10 സിനിമയെങ്കിലും റെഫർ ചെയ്യണ്ടേ? അതിന്നെങ്കിലും 2 കോപ്പി അടിച്ചിട്ടെങ്കിലും ചെയ്തിരുന്നു. എന്താണ് ഉദ്ദേശിച്ചത്? ഇതാ പറഞ്ഞത് അച്ചായൻ മണ്ടനാണെന്ന്.